മഴത്തോരും മുൻപേടെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയെ കാണാനായി വന്ന മനു വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ആ കൊട്ടാരമറ്റം തറവാടിൻ്റെ പടി കടന്ന് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ അലീനയ്ക്ക് അത് തീരെ സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് തന്നെയായിരുന്നു. എന്നാൽ തൻ്റെ ചാച്ചൻ വന്നു കയറിയ ഒരാളോട്, അതും അലീനയ്ക്ക് അത്രയും അടുപ്പമുള്ള ഒരാളോട് പെരുമാറിയ രീതികളൊന്നും തന്നെ ശരിയല്ലെന്ന് പറയുകയായിരുന്നു റാണിമോള്. ഇതെല്ലാം കേൾക്കുന്ന സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നെ ഒരാളും പഠിപ്പിക്കാൻ വരണ്ട, എനിക്ക് എല്ലാവരെയും അറിയാം, ആരോട് എങ്ങനെ പെരുമാറണമെന്നല്ല. അതെ, സ്റ്റാൻലിക്ക് എല്ലാം അറിയാം, അലീനയും മനുവും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചെല്ലാം. എന്നാൽ കൈതക്കൽ തറവാട്ടിലെ ഒരു പയ്യനുമായി തൻ്റെ മകൾക്കോ തനിക്കോ ഇങ്ങനെയൊരു അടുപ്പം, ഏത് തരത്തിലായാലും ഒരടുപ്പവും മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റാൻലിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. സ്റ്റാൻലി അത് ഓപ്പണായിട്ട് തന്നെയാണ് റാണിമോളോട് പറയുന്നത്. റാണിമോളോട് ചോദിക്കുന്നുണ്ട്, നിനക്കറിയില്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും എൻ്റെ വല്യപ്പച്ചൻ്റെ മകനുമായ ജോർജ് കുട്ടിയെ കൊന്നത് അവരാണെന്ന്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അത്? എല്ലാവർക്കും എല്ലാം അറിയാം. എന്തിനേറെ പറയുന്നു, നമ്മുടെ അപ്പച്ചൻ പോലും അത് കണ്ണടച്ച് കളഞ്ഞതല്ലേ ആ സത്യങ്ങളെല്ലാം. ഒരു തെളിവുമില്ലാത്ത രീതിയിൽ അതവങ്ങ് അവസാനിപ്പിച്ചു. അന്ന് പിന്നെ ഈ CCTVയും മുക്കിനും മൂലയിലുമുള്ള ക്യാമറ നിരീക്ഷണങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ചെയ്യിച്ചവരും ചെയ്തവരുമൊക്കെ രക്ഷപ്പെട്ടു. പാവം, എനിക്ക് വെച്ച കുഴിയിൽ ചെന്നു വീണത് അവൻ തന്നെയായിരുന്നു. ഇനി അങ്ങനെയുള്ളവരുടെ കൈകളിലേക്ക് എൻ്റെ മകളെ തള്ളിവിടാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് റാണിമോളെ ഞാൻ അവനെ ഇന്ന് ഇവിടെ ഒഴിവാക്കി വിട്ടതെന്ന്. എന്നാൽ റാണിമോള് ചോദിക്കുന്നുണ്ട്, ചാച്ചന് തോന്നുന്നുണ്ടോ ആ ബന്ധം ചാച്ചൻ ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ട് തീരുന്നതാണെന്ന്? സത്യത്തിൽ ചാച്ചനെ അവൾ കാണുന്നതിന് മുൻപേ അവനെ കണ്ടതല്ലേ, അവനുമായി അടുത്തതല്ലേ. ആര് പറഞ്ഞു അടുത്തെന്ന്? അവനെ കണ്ടു കാണും, അവനുമായി സംസാരിച്ച് കാണും. ഇനി അങ്ങനെ ഒരടുപ്പം ഉണ്ടാവാതിരിക്കാനാണ് ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഒരിക്കലും അവൻ ഈ പടി കടന്ന് വരാൻ പാടില്ല. അല്ലാതെ റാണിമോൾ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് സ്റ്റാൻലിക്ക് അറിയാത്ത ഒരാളൊന്നുമല്ല. എന്നാൽ അലീനയുടെ മനസ്സ് മുഴുവനും തൻ്റെ മനുവേട്ടനായി കഴിഞ്ഞിരുന്നു. അവൾ മനുവേട്ടനെ എത്രമാത്രം സ്നേഹിക്കുമെന്നും അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പപ്പയുമായി ഇപ്പോൾ ഒരു തർക്കത്തിന് താൻ തയ്യാറില്ലെന്ന മട്ടിൽ തന്നെ അലീന കിച്ചണിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയം മനു ബാലചന്ദ്രനെ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. മനു വല്ലാത്ത വിഷമത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ മനുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നീ എന്തിനാണ് മനു ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് കിട്ടേണ്ട സമയത്ത് അവളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള അധികാരവും അവകാശവും ഈ ബാലചന്ദ്രനുണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. അങ്കിളിന് ഇതിലെന്താണ് അവകാശമുള്ളത് അല്ലെങ്കിൽ അധികാരമുള്ളതെന്ന്? അങ്കിള് സ്നേഹം കൊണ്ട് മാത്രം അവളുടെ അച്ഛനാണ്, സ്ഥാനം കൊണ്ടും അച്ഛനാണെന്ന് അവൾ പറഞ്ഞേക്കാം. പക്ഷേ അങ്കിള് കൊണ്ടുപോയി അവളെ കൊടുത്തിരിക്കുന്നത് അവൾക്ക് അവളുടെ പേരിൽ എല്ലാ അവകാശവുമുള്ള ഒരാൾക്ക് തന്നെയാണ്. അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടോ അവളെ അന്വേഷിച്ചുകൊണ്ടോ വന്ന ഒരാൾക്കല്ല. അങ്കിള് അവിടെ പോയി തേടി കൊണ്ടുപോയി കൊടുത്തതാണ് അവളെ. എന്തിനു വേണ്ടിയായിരുന്നു അങ്കിളെ? അങ്കിൾ ഇതെല്ലാം ചെയ്തു വെച്ചപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, വേണ്ടാത്തൊരു കാര്യം തന്നെയാണ് അങ്കിൾ ചെയ്യുന്നതെന്ന്. മനു വളരെ വിഷമത്തോടു കൂടി തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ഉറപ്പാണ്, അങ്കിളിനോ അല്ലെങ്കിൽ ബബിതയ്ക്കോ കൃഷ്ണയ്ക്കോ രോഹിത്തിനോ ഒന്നും അലീനയെ നഷ്ടപ്പെടില്ല. ഒരു കാലത്ത് അലീന തൻ്റെ മകളാണെന്നുള്ള സത്യത്തോടു കൂടി തന്നെ വൈജാൻറ്റി അവൾ അംഗീകരിക്കാൻ തയ്യാറായാൽ, ബാലചന്ദ്രൻ എന്ന് പറയുന്ന വൈജാൻറ്റിയുടെ ഹസ്ബൻഡ് അതിന് സമ്മതിച്ചാൽ വീണ്ടും അലീന ആ വീട്ടിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു സത്യമുണ്ട്, അവളുടെ അച്ഛൻ എന്ന സത്യം. ആ സത്യത്തെ അങ്കിള് കുഴി മൂടി ആ കുഴിയിൽ നിന്നും തികഞ്ഞു കൊണ്ടുവന്നതായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്കിളിനൊരു സത്യം അറിയാമോ? ഇന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ ഒരുപാട് അപമാനിച്ചുകൊണ്ട് തന്നെയാണ് അലീനയുടെ പപ്പയായ സ്റ്റാൻലി അവിടെ നിന്നും എന്നെ ഇറക്കി വിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും സത്യം. അലീന കൊണ്ടുവന്ന ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഒരു സമയം ഞാൻ എടുത്തിരുന്നില്ല അങ്കിളെ.
അലീനയുടെ മുഖത്ത് നോക്കി അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീടിൻ്റെ പടി കടക്കുമ്പോൾ ഒരു വട്ടം ഞാൻ അവളെ തിരിഞ്ഞു നോക്കിയിരുന്നു. നിറ കണ്ണുകളോടെ, ആ കണ്ണുകളെ തുളുമ്പാൻ അനുവദിക്കാതെ അവൾ എന്നെ നോക്കി നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. പക്ഷേ മറ്റൊരു സത്യമുണ്ട്. അങ്കിൾ അവളെ കൊണ്ടുചെന്ന് വിട്ടിരിക്കുന്നത് അത് അവൾക്ക് എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായ ഒരിടത്തേക്ക് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുമാത്രമല്ല, അവളവിടെ വേലക്കാരിയോ ബൈസ്റ്റാൻഡറോ അല്ലെന്നുള്ള സത്യവും എനിക്ക് മനസ്സിലായി. ആ കാര്യത്തിൽ എനിക്കൊരു സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് മുകളിൽ, ഒരുപാട് മുകളിലാണ് അലീന എന്ന സത്യവും ഞാൻ ഇന്നവിടെ നിന്നും മനസ്സിലാക്കിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് മനു വളരെ വിഷമത്തോടു കൂടി പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ ഹൃദയമിടിപ്പ് ഒരല്പമല്പമായി കൂടുന്നതായി ബാലചന്ദ്രന് തോന്നിത്തുടങ്ങി. താൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയോ എന്ന് ബാലചന്ദ്രൻ ഒരു നിമിഷം ചിന്തിക്കാൻ തുടങ്ങി. ഇല്ല, തനിക്ക് പിറക്കാതെ പോയ തൻ്റെ മകളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിക്കണമെന്ന് തന്നെയായിരുന്നു താൻ ചിന്തിച്ചത്. അതെ, അത് മനു സമ്മതിച്ച് തന്നിരിക്കുന്നു. അവളെ സുരക്ഷിതമായൊരിടത്തേക്ക് തന്നെയാണ് താൻ കൊണ്ടു ചെന്നാക്കിയിരിക്കുന്നതെന്ന്. ഒരു വാക്ക് പോലും മറുത്ത് മനുവിനോട് പറയാൻ കഴിയുകയോ പറയാനുള്ള സമയം കൊടുക്കാതെയും അദ്ദേഹം കോൾ അവിടെ കട്ട് ചെയ്യുകയാണ്. മനു വീണ്ടും പറയുന്നുണ്ട്, അങ്കിളെ, ഞാൻ അങ്കിളിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നൊക്കെ. പക്ഷെ മറുവശത്ത് കോള് കട്ട് ചെയ്ത വിവരം മനു അറിഞ്ഞിരുന്നില്ല. ഇതേ സമയം ബാലചന്ദ്രൻ വല്ലാതെ വിയർക്കാൻ തുടങ്ങിയിരുന്നു. ബാലചന്ദ്രൻ്റെ ഹൃദയമിടിപ്പ് ഓരോ സമയം കൂടും തോറും അതിൻ്റെ താളം കൂടിക്കൊണ്ടേയിരുന്നു. കൈകാലുകൾ മരവിക്കുന്നതായി തോന്നി. തനിക്ക് നിൽക്കാനുള്ള കെൽപ്പ് തൻ്റെ കാലുകൾക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ആ കട്ടിലിലേക്ക് ചാഞ്ഞൊന്നിരുന്നു പോയി. ബാലചന്ദ്രൻ ഉറക്കെയൊന്ന് ആഞ്ഞു വിളിക്കാൻ ശ്രമിച്ചു, മോളെ, അലീനയെന്ന്. പക്ഷേ ആ ശബ്ദം എത്ര ശ്രമിച്ചിട്ടും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ബാലചന്ദ്രൻ തൻ്റെ എല്ലാ ശക്തിയും പുറത്തേക്ക് എടുത്തുകൊണ്ട് തൻ്റെ ഫ്രണ്ടിലായി കിടന്നിരുന്ന ആ മേശവലിപ്പ് പുറത്തേക്ക് വലിച്ചുകൊണ്ട് എന്തൊക്കെയോ മെഡിസിൻ തപ്പുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ്റെ കൈകളിൽ അത് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടേബിളിലിരുന്ന ഒരു ചില്ല് ഗ്ലാസ് എടുത്ത് അദ്ദേഹം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ആരെയെങ്കിലും ഒന്ന് വിളിക്കാനായിട്ട്. ബാലചന്ദ്രൻ എറിഞ്ഞു പൊട്ടിച്ച ചില്ല് ഗ്ലാസിൻ്റെ ശബ്ദം ബബിതയുടെയും കൃഷ്ണമോളുടെയും ഒപ്പം രോഹിത്തിൻ്റെയും കാതുകളിലേക്ക് എത്തിയിരുന്നു. വൈജ ആ ഭാഗമൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ കാതുകളിലെത്തിയിട്ടും കാര്യമുണ്ടായിരുന്നില്ല. ബബിതയും കൃഷ്ണമോളും പെട്ടെന്ന് ആ സ്റ്റെയറിനരികിലേക്ക് വന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി. അപ്പോഴേക്കും രോഹിത്ത് അച്ഛൻ്റെ മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. നെഞ്ചത്ത് കൈയും വെച്ച് മേശയിൽ വലിപ്പിൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അച്ഛനെ കണ്ട രോഹിത്തിന് തൻ്റെ അച്ഛന് എന്തോ അസ്വസ്ഥതകൾ കഴിഞ്ഞുകൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ രോഹിത്ത് അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്കെത്തി. രോഹിത്ത് തൻ്റെ അച്ഛനെ താങ്ങി പിടിച്ചു. അച്ഛൻ എന്താണ് ഈ നോക്കുന്നത്? അച്ഛൻ എന്തു പറ്റി? അതേ ശബ്ദത്തിൽ തന്നെ അവൻ ഒന്ന് അലറി, ബബിതേ, കൃഷ്ണേ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ എന്ന്. അവരും ഉടനെ തന്നെ ആ സ്റ്റെയർ ചാടിക്കയറി. ചെന്നപ്പോൾ ബാലചന്ദ്രനെ താങ്ങി പിടിച്ച് നിൽക്കുകയായിരുന്നു രോഹിത്ത്. ബാലചന്ദ്രൻ ആംഗ്യമായി കാണിക്കുന്നുണ്ടായിരുന്നു ആ മേശയിൽ എന്തോ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ തന്നെ. പക്ഷേ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും അതേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ രോഹിത്ത് പറയുകയാണ്, ഗോവർദ്ധൻ അങ്കിളിനെ വിളിക്ക്, ആംബുലൻസ് വിളിക്ക്, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. രോഹിത്ത് തൻ്റെ പരമാവധി ശക്തിയെടുത്ത് പൂർണ്ണാരോഗ്യവാനായ ഒരു ബാലചന്ദ്രനെ അവൻ തൻ്റെ ശക്തിയോടുകൂടി തന്നെ താഴേക്ക് പതിയെ നടത്തി കൊണ്ടുവന്നു. അപ്പോഴേക്കും ബബിത വിളിച്ച ആംബുലൻസ് തങ്ങളുടെ മതിൽക്കെട്ട് കടന്ന് വന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ വൈജ അതേസമയം കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ മക്കളെല്ലാവരും ചേർന്ന് അവരുടെ അച്ഛനെ താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റുന്നതായിരുന്നു കേട്ടത്. വൈജയ്ക്ക് ആരോടെന്തു ചോദിക്കണമെന്നോ പറയണമെന്നോ അറിയാതെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ ബബിത വന്ന് അകത്തു നിന്നും അച്ഛൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഉടനെ ആംബുലൻസിലേക്ക് ചാടിക്കയറി. അവർ 3 പേരുമുള്ള ആ ആംബുലൻസ് ഏതോ ഒരു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. വൈജയോടൊരു വാക്ക് പറയുകയോ വൈജയെ കൂടെ വിളിക്കുകയോ പോലും അവരാരും ചെയ്തിരുന്നില്ല.
വൈജയന്തി ഉടനെ തന്നെ ഫോൺ എടുത്തുകൊണ്ട് ശിവേട്ടനെ വിളിക്കുകയാണ്. ശിവേട്ട, ഇവിടെ എന്തോ സംഭവിച്ചു. ശിവേട്ടൻ ചോദിച്ചു. എന്തോ സംഭവിച്ചു എന്നോ? എന്തു സംഭവിക്കാൻ? ശിവേട്ട, ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആംബുലൻസ് വന്ന് ഗേറ്റ് കടന്ന് വന്ന് നിന്നതും അതിലേക്ക് ബാലചന്ദ്രനെ രോഹിത് പിടിച്ച് കയറ്റുന്നതുമാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അവരോട് ചോദിച്ചില്ലേ? ചോദിച്ചാൽ ഒന്നും പറയുന്നവരല്ലല്ലോ എൻ്റെ മക്കൾ. പിന്നെ ആ കാഴ്ചയുടെ ഒരു ആഘാതത്തിലാണോ എന്നറിയില്ല. എനിക്കൊന്നും ചോദിക്കാനായി വന്നില്ല. വരില്ല. നിന്റെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. മതി ശിവേട്ട, ഈ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാനല്ല ഞാനിപ്പോൾ വിളിച്ചത്. ശിവേട്ടൻ ഉടനെ തന്നെ ഒന്ന് മനുവിനെ വിളിക്ക്. അല്ലെങ്കിൽ ശിവേട്ടൻ രോഹിത്തിനെ വിളിക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഏത് ഹോസ്പിറ്റലിലേക്കാണ് അവർ പോയതെന്നെങ്കിലും ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് എന്നെ വിളിക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി കോൾ കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം ശിവനും തോന്നി, തൻ്റെ അച്ഛനുമായി ടെൻഷൻ അടിച്ചു പോകുന്ന മക്കളെ വിളിച്ചിട്ട് എന്ത് കാര്യം, മനുശങ്കറിനെ തന്നെ വിളിക്കാമെന്ന്. ഉടനെ മനുശങ്കറിനെ വിളിച്ച് ശിവശങ്കരൻ ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് വൈജയന്തി പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ. ഇതറിഞ്ഞ മനുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. കാരണം ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് പോലും തികഞ്ഞു കാണില്ല താൻ ഈ പറയുന്ന ബാലചന്ദ്രനെ വിളിച്ച് സംസാരിച്ചിട്ട്. തൻ്റെ വാക്കുകളാണോ ദൈവമേ അദ്ദേഹത്തിൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയാതെ പോയത്? ആ ഹൃദയമിടിപ്പ് കൂട്ടിയത് എൻ്റെ വാക്കുകളായിരുന്നു എന്ന കുറ്റബോധം മനുവിനെ തൻ്റെ കാറ് സ്റ്റഡൻ ബ്രേക്ക് ഇട്ട് അവൻ നിർത്തി. ആരെ വിളിച്ചാണച്ചാ ഞാനൊന്ന് ചോദിക്കേണ്ടത്? അവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ഫോണുണ്ടോ? ആ കുട്ടികൾ ആ ടെൻഷനിൽ ഫോൺ ആരെങ്കിലും എടുത്ത് പിടിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ലല്ലോ എന്നിങ്ങനെ മനു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുവിനോടായി ശിവശങ്കരൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്, ബബിതയെയോ കൃഷ്ണമോളെയോ വിളിക്കേ, ഞാൻ രോഹിത്തിനെയും വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ശിവശങ്കരൻ രോഹിത്തിനെ വിളിച്ചപ്പോഴേക്കും രോഹിത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു മനുവിനും. എന്നാൽ വീട്ടിലുണ്ടായിരുന്ന വൈജ അവിടേക്കും ഇവിടേക്കും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ മുറിയിൽ അവളുടെ ഫോണും, ബബിതയുടെ മുറിയിൽ ബബിതയുടെ ഫോണും, രോഹിത്തിൻ്റെ ഫോൺ മുകളിലെ മുറിയിലുമൊക്കെ ഇരുന്നിങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചുകൊണ്ട് ആ സോഫയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മനുവിന് തോന്നുന്നത്, ചന്ദ്രൻ അങ്കിളിൻ്റെ ഫോണിലേക്ക് തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫോൺ പോക്കറ്റിലുണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കില്ല. മനു ഊഹിച്ചത് സത്യം തന്നെയായിരുന്നു. ബാലചന്ദ്രൻ്റെ ഫോൺ ബബിതയുടെ കയ്യിലുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൾ കരഞ്ഞുകൊണ്ടാണ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. മനുവേട്ട, അച്ഛൻ പെട്ടെന്ന് തളർന്നു വീണു. അച്ഛന് വയ്യാതെയായിരിക്കുന്നു. അച്ഛൻ ഇപ്പോഴും മിണ്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളിവിടെ പാലയിലുള്ള കാർമൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുവേട്ടൻ ഇപ്പോൾ എവിടെയാണ്? മനുവേട്ടൻ ഒന്ന് ഇവിടേക്ക് എത്താമോ? ഞങ്ങൾക്കാകെ പേടിയായിട്ട് വയ്യാന്നൊക്കെ ബബിത കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. മനു പെട്ടെന്ന് അവരോട് പറയുന്നുണ്ട്, അച്ഛനൊന്നും ഉണ്ടാവില്ല, ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം, നിങ്ങൾ പേടിക്കാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. മനുവേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് വീണ്ടും ബബിത ചോദിക്കുമ്പോൾ അരമണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് ഞാൻ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്യാണ്. പറഞ്ഞ പോലെ തന്നെ ഇവർ ഹോസ്പിറ്റലിൽ എത്തുകയും ICUവിലേക്ക് ബാലചന്ദ്രനെ ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും മനു അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. മനുവിൻ്റെ മുഖമൊക്കെ ആകെ വിളറി വെളുത്ത് വല്ലാത്ത വിഷമത്തിൽ തന്നെയായിരുന്നു. കുട്ടികളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവനൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മനുവിനെ കണ്ട കൃഷ്ണമോള് ഓടി വന്നവനെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് മനുവേട്ട, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിരുന്നു. അവരവിടെ ആ ICUവിന് ഫ്രണ്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോക്ടറെയും കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ശിവശങ്കരനൊപ്പം വൈജയന്തിയും അവിടേക്ക് എത്തുന്നത്. അതെ, മനു വിളിച്ച് പറഞ്ഞിരുന്നു ശിവശങ്കരനോട് ബാലചന്ദ്രനെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരുന്നതെന്നെല്ലാം ഉള്ള വിവരങ്ങൾ. കൃഷ്ണമോള് മനുവിനോടായി പറഞ്ഞു, മനുവേട്ട, ചേച്ചി ഒന്ന് വിളിച്ച് പറയോ എന്ന്. ഇത് കേട്ട വൈജ കൃഷ്ണമോളെ ഒന്ന് തറപ്പിച്ചു നോക്കി. കൃഷ്ണ അതൊന്നും വകവെക്കാൻ നിന്നില്ല. ഉടനെ ശിവനും പറയുന്നുണ്ട് മനുവിനോട്, നീയൊന്ന് അലീനയെ വിളിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ അവൾക്ക് അതാകെ വിഷമമാവുമെന്ന്.
വൈജ ശിവനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ എന്താവശ്യമാണുള്ളത് എന്ന്. നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന മറുപടിയും ശിവൻ അപ്പോൾ തന്നെ നൽകുകയായിരുന്നു. ഇതേ സമയം പുറത്തേക്ക് വരുന്ന ഡോക്ടർ പറയുന്നുണ്ട്, എന്തു പറ്റി? അദ്ദേഹം മെഡിസിൻ ഒന്നും കണ്ടിന്യൂ ചെയ്തിരുന്നില്ലേ? മെഡിസിൻ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യുണ്ടായിരുന്നോ? അതോ വിഷമമുള്ള എന്തെങ്കിലും വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നോ? എന്തായാലും അവസ്ഥ വളരെ മോശം തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ ബോധം വന്നപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞു, അലീനയെ ഒന്ന് കാണണമെന്ന്. നിങ്ങൾ അലീനയെ ഒന്ന് വരുത്താൻ ശ്രമിക്കൂ. ആരാണ് അലീന എന്ന് ചോദിച്ചപ്പോഴേക്കും മനു പറയാണ്, മൂത്ത മകളാണെന്ന് പറഞ്ഞു. എന്തായാലും ആ കുട്ടിയോടൊന്ന് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി. ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഡോക്ടർ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നോ, അല്പം സീരിയസ് ആണെന്നോ, അങ്ങനെയല്ലേ ചേച്ചി ഡോക്ടർ പറഞ്ഞതെന്ന് കൃഷ്ണമോൾ തൊണ്ടയിടറിക്കൊണ്ട് ബബിതയോട് ചോദിക്കുകയാണ്. ബബിത അവളെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ തമ്മിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. വൈജ തൻ്റെ മക്കളെ സമാധാനിപ്പിക്കാനോ ഒന്നും നിൽക്കുന്നില്ലായിരുന്നു. വൈജയ്ക്കും ഒരു വിഷമമുള്ളൊരു ഭാവം തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ മനു അവരിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അലീന ഉടനെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മനുവേട്ടൻ അവിടെ എത്തിയായിരുന്നോ? മനുവേട്ടന് വിഷമായോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. മനു തിരിച്ചൊന്നും പറയുന്നില്ല. അലീന ചോദിക്കുകയാണ്, മനുവേട്ടന് എന്നോട് ദേഷ്യമാണോ എൻ്റെ പപ്പ അങ്ങനെയൊക്കെ പെരുമാറിയതിൽ? മനുവേട്ടനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പപ്പ പെരുമാറിയതൊക്കെ തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനുവേട്ട. പക്ഷേ മനുവേട്ടൻ എന്നോടൊരു വെറുപ്പും കാണിക്കരുത് മനുവേട്ട. എനിക്ക് മനുവേട്ടനെ എന്ന് പറഞ്ഞപ്പോഴേക്കും മനു പറയാണ്, അലീന അതൊന്നും സാരില്ല, എനിക്ക് നിന്നെ അറിയാലോ. പിന്നെ എൻ്റെ വീട്ടുകാർ നിന്നെ വേദനിപ്പിച്ചതിൻ്റെ ഒരംശം പോലും നിൻ്റെ പപ്പ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതൊന്നും സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. നീ കരയാനോ ഒച്ച വയ്ക്കാനോ ഒന്നും ശ്രമിക്കരുത്. ആത്മസമീപനം പാലിക്കണം. നീ അത്യാവശ്യം പക്വതയുള്ള കുട്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് നിന്നോട് തന്നെ ഞാൻ നേരിട്ട് പറയുന്നതെന്നൊക്കെ മനു വളരെ വിഷമിച്ച് പറയുമ്പോൾ അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്തിനാണ് എന്നോടൊരു മുഖവര? മനുവേട്ടൻ എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഇങ്ങനൊരു ആമുഖത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, നമ്മുടെ ബാലചന്ദ്രൻ അങ്കിളിന് പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ്. അദ്ദേഹത്തെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അല്പം നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നിന്നെ കാണണമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ നിന്നോട് ഉടനെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്കും അലീനയുടെ ആ ശബ്ദം നിലച്ചു കഴിഞ്ഞിരുന്നു. അലീനയ്ക്ക് പിന്നെ ഒന്നും സംസാരിക്കാനുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. മനു ഒരുപാട് സമയം ഫോണിലൂടെ വിളിക്കുന്നുണ്ടായിരുന്നു, അലീന അലീന എന്ന്. അലീന ഒരു മറുപടിയും കൊടുക്കാതെ ആയപ്പോൾ മനുശങ്കർ ആ കോൾ കട്ട് ചെയ്യുകയായിരുന്നു. തൻ്റെ കൈകളിലുണ്ടായിരുന്ന ഫോൺ അലീനയുടെ കയ്യിൽ നിന്നും ആ കട്ടിലിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അലീന ചലിക്കാൻ പോലും കഴിയാതെ ഒരു പ്രതിമ കണക്കെ ആ കട്ടിലിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അരികത്ത് കിടന്ന് ആ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം പോലും അലീന കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഫോൺ ഇങ്ങനെ റിങ് ചെയ്തിട്ടും ഇത് അലീന ഇതെവിടെയാണെന്നുള്ള ഭാവത്തിൽ അവിടേക്ക് വന്ന് നോക്കുകയായിരുന്നു റാണി ആൻറ്റി. റാണി ആൻറ്റി വന്ന് നോക്കുമ്പോൾ മനുവേട്ടൻ എന്നൊരു കോളാണ് വരുന്നതെന്ന് മനസ്സിലാക്കി. അലീന, നീ എന്താ മനുവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അവനല്ലേ ഈ കിടന്ന് വിളിക്കുന്നത്? നീ ഇതെന്താ ശില്പമായോ എന്നൊക്കെ റാണി ചോദിക്കാൻ തുടങ്ങി. റാണി അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ പപ്പ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണോ അവനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞെ. അതൊക്കെ പറയേണ്ട സമയമാവുമ്പോഴും അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയമാവുമ്പോഴും പപ്പയ്ക്ക് ബോധോദയം വന്നോളും എന്നൊക്കെ റാണി മോള് പറയുകയാണ്. എന്നിട്ടും അവളുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീര് തുരതുരാ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ വീണ്ടും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. മനു തന്നെയായിരുന്നു. ആ കോള് പെട്ടെന്ന് റാണി തന്നെ അറ്റൻഡ് ചെയ്യാണ്. മനു
ഇതെന്താ ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരാൾക്ക് ശബ്ദമൊക്കെ നിലച്ചു, ചലനശേഷി നഷ്ടപ്പെട്ടു, പക്ഷെ ജീവനുണ്ട്. കണ്ണിൽ നിന്നും കണ്ണുനീര് മാത്രമേ ഒഴുകുന്നുള്ളൂ എന്ന് മാത്രം. ആൻറ്റി, കാര്യം അല്പം സീരിയസ് ആണ്. ബാലചന്ദ്രൻ അങ്കിള് കാർഡിയാക് അറസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വിവരം ഞാൻ അവളോട് പറഞ്ഞു. അതാണ് അവൾ ആ ഷോക്കിലിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും, ബാലചന്ദ്രൻ അങ്കിളോ? അയ്യോ, അലീനയുടെ അച്ഛനോ എന്ന് പറഞ്ഞപ്പോഴേക്കും അലീന വാവിട്ട് കരയാൻ തുടങ്ങി. അലീന ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. മനുവേട്ട, എൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചത്? എൻ്റെ അച്ഛൻ ആരും നോക്കിയില്ലേ മനുവേട്ട? എൻ്റെ അച്ഛന് മെഡിസിൻ കൊടുത്തില്ലേ മനുവേട്ട? എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. അവൾ ആ ഫോൺ കട്ടിലിൽ തന്നെ വെച്ചുകൊണ്ട് ഉടനെ തന്നെ അവളുടെ പപ്പയുടെ അരികിലേക്ക് ഓടുകയാണ്. ആ ഫോൺ എടുത്ത് റാണി തന്നെ മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു, എന്താ സംഭവിച്ചത്? അദ്ദേഹം മെഡിസിനൊക്കെ എടുത്തിരുന്ന ആളല്ലേ? ഇവിടെ അലീന പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. അവൾ ഡെയിലി അവളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നതും മെഡിസിൻ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ. എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും മനുവിനാകെ കയ്യും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. മനു റാണിയോടായി കള്ളം പറഞ്ഞു. എനിക്കറിയില്ല ആൻറ്റി, എന്നെ കുട്ടികൾ വിളിച്ച് പറയുകയാണ് ഉണ്ടായത്. മനു ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോ എന്ന് റാണി ചോദിക്കുമ്പോൾ, ഞങ്ങളെല്ലാവരും ഉണ്ട്. അലീനയെ മാത്രം കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ അവളെ പെട്ടെന്ന് എത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഒന്ന് അവിടെ അവളുടെ പപ്പയോടൊന്ന് സംസാരിക്കണം. അതിനിപ്പോൾ എന്താ, സംസാരിക്കുകയും അവളെ കൊണ്ടുവരികയും ചെയ്യാം. മനു കോള് കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് പിന്നാലെ റാണിമോളും ചെല്ലുന്നുണ്ട്. റാണിമോൾ ചെല്ലുമ്പോൾ അലീനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയാതെ തൻ്റെ പപ്പയുടെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ച് താങ്ങി നിൽക്കുകയായിരുന്നു അലീന. അലീനയുടെ ആ നിൽപ്പും ഓടി വന്നിട്ടുള്ള ആ കിതച്ചുകൊണ്ടുള്ള സംസാരവും എല്ലാം കണ്ടുകൊണ്ട് അതിശയത്തോടെ നിൽക്കുകയാണ് സ്റ്റാൻലിയും. സ്റ്റാൻലി അവളുടെ ഷോൾഡറിന് പിടിച്ച് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്ക് എന്താ പറ്റിയ? നീ എന്തിനാ ഇങ്ങനെ കിതയ്ക്കുന്നത്? നീ എന്ത് പറയാനാ എൻ്റെ അടുത്തേക്ക് ഓടി വന്നതെന്ന്. അലീനയെ ചെന്ന് താങ്ങി ആ സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് റാണി തന്നെ പറയുകയാണ്, ലാലിച്ചായ, പാലയിൽ നിന്ന് കോളുണ്ടായിരുന്നു. ആരാ വിളിച്ചത്? മനുശങ്കറാണ്. അവൻ എന്തിനാ ഇപ്പോൾ വിളിച്ചത്? അവൻ ഇവിടെ നിന്ന് പോയിട്ട് അധികം സമയമൊന്നും ആയില്ലല്ലോ. ലാലിച്ചായ, ഒന്ന് മിണ്ടാതിരിക്കേ. എന്താടി? ബാലചന്ദ്രൻ സാറിന് പെട്ടെന്ന് എന്തോ വയ്യായ വന്നു. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കാർഡിയാക് അറസ്റ്റാണ്, അല്പം സീരിയസ് ആണെന്ന് പറഞ്ഞു. അത് മനു വിളിച്ച അലീനയോട് തന്നെയാണ് പറഞ്ഞത്. അവളാകെ ഷോക്കായി. മേനോന് എന്തു പറ്റിയെന്ന്? ആള് പൂർണ്ണ ആരോഗ്യവാനാണ്. ആൾക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലിയും പറയാൻ തുടങ്ങി. ലാലിച്ചായ, ഒന്നും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അദ്ദേഹത്തിന് ഇവളെ കാണണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ ഇവളെ മാത്രം കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അലീനയുമായി പരമാവധി നേരത്തെ എത്താനാണ് മനുവിനോട് ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. അല്പം സീരിയസ് ആണെന്ന് പറയുന്നു എന്നൊക്കെ റാണി പറയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ റെഡിയാവ്, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. അദ്ദേഹത്തിന് അലീനയെ കാണണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം എത്തിക്കേണ്ട ചുമതല എനിക്ക് മാത്രമാണെന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി അലീനയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അലീനയോടായി സ്റ്റാൻലി പറയുകയാണ്, മോളെ, നീ പെട്ടെന്ന് റെഡിയാവ്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല, നിന്നെ ഉടനെ തന്നെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അലീന അപ്പോഴേക്കും തൻ്റെ പപ്പയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അലീന പറയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ വേണം പപ്പ. എൻ്റെ അച്ഛനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒരിടത്തേക്കും എൻ്റെ അച്ഛനെ വിട്ടുകൊടുക്കില്ല. അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അച്ഛൻ്റെ മെഡിസിൻ ഒരിക്കൽ പോലും മുടക്കരുതെന്ന്. എന്താണ് പപ്പ എൻ്റെ അച്ഛന് സംഭവിച്ചതെന്ന് ചോദിച്ച് അലീന വാവിട്ട് കരയാൻ തുടങ്ങി. അവളെ സമാധാനിപ്പിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അവളെ സമാധാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയാതെ സ്റ്റാൻലി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോവുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.